അൻവർ UDF-ൽ നിന്ന് പുറത്തേക്കാണ്. അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ വോട്ട് കുറയുക LDF-നാവുമെന്നത് ഉറപ്പാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ പറഞ്ഞതൊന്നും പിൻവലിക്കാനാവില്ല. ഇനി PV അൻവർ നോമിനേഷൻ പിൻവലിച്ചാൽ നിലമ്പൂരിൽ നടക്കുന്നത് മറ്റൊന്നാവും. പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ്. ഇനി അദ്ദേഹം പുറത്താണെന്നും UDF-ൽ PV അൻവർ അടഞ്ഞ അധ്യായമാണെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മത്സരത്തെ നേരിടുമെന്നും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നം അൻവറിനുണ്ട്, അതാണ് മത്സരത്തിന് പൈസയില്ലെന്നും പറഞ്ഞതെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. സാമാന്യ മര്യാദ ലംഘിച്ചുള്ള വാക്കുകളാണ് PV അൻവർ പലപ്പോഴും ഉപയോഗിക്കുന്നത്. UDF-ലെ മുതിർന്ന നേതാക്കളടക്കം സംസാരിച്ചാണ് തീരുമാനങ്ങൾ എടുത്തതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അല്ല, അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുക, ഇനി സമയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന് പണം ഇപ്പോ പല മേഖലയിൽ നിന്ന് വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ നിന്ന് വന്നിട്ട് ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതിന്റേതായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അല്ല, അതേക്കുറിച്ച് ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്തായാലും വർത്തമാനം പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നോക്കണ്ട. അതൊരിക്കലും ഉണ്ടാകില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കും. ഏറ്റവും ഒടുവിൽ ഈ നിലപാട് അടഞ്ഞ അധ്യായമാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞതാണ്. അല്ല, അതേ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. ഇന്നലെ തന്നെ പറയുകയുണ്ടായി ഇത് ഒരു അടഞ്ഞ അധ്യായമായി. ഞാൻ പറയുന്നതിന് മുമ്പ്, ഞാൻ പറയുന്നത് ഇപ്പോഴല്ലേ, ഇന്നലെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഒരല്പം ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നത്തെ ഒരു നിലപാട് വെച്ചുകൊണ്ട് ഇത് അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്നതാണ്, പറയുന്നതാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഏതിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്? ഏതാ അല്ല ഏതിന്റെ ഒന്ന് പറഞ്ഞേ. അല്ല, ഒന്ന് പറയട്ടെ. നിങ്ങൾ ഇടയ്ക്ക് കയറി പറയരുത്. അദ്ദേഹം ഒന്ന് പറയട്ടെ. അതിപ്പോഴത്തെ കാര്യമല്ലേ. ഞാൻ ചോദിച്ചത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ PV അൻവർ ഇവിടെ മത്സരിച്ചത് ആരുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്? LDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അപ്പോ ആ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ശ്രീ അൻവർ എവിടെ വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് വിലയിരുത്തൽ നടത്താൻ പറ്റുമല്ലോ. ആ വിലയിരുത്തൽ നടത്തിയാൽ മതി. അല്ല, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. അതിപ്പോ പറയാൻ പറ്റുന്നതല്ല. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായി ഈ ഇന്നലത്തെ വാർത്താമാധ്യമങ്ങളിൽ വന്ന കാര്യം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? പറഞ്ഞുകൂടാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സാമാന്യ മര്യാദ വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും അത്തരം കാര്യങ്ങൾ പറയാറില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്ന് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞ ശ്രീ PV അൻവറിന് അതൊക്കെ ഇനിയിപ്പോ തിരിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ റെക്കോർഡുകൾ കാണുമല്ലോ. ഇതെല്ലാം എല്ലാവരുടെയും റെക്കോർഡുകൾ കാണുമല്ലോ. ഞാൻ നേരത്തെ നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഇത് അടഞ്ഞ അധ്യായമാകുമോ എന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഞാൻ അന്നും ഞാൻ പറഞ്ഞു വരട്ടെ, സമയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എന്റെ ഒരു നിലപാടാണ്. ആ നിലപാട് ഞാൻ തിരുത്തിയിരിക്കുന്നു. ഞങ്ങളതിന് അദ്ദേഹത്തിന് UDF-മായി സഹകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് വരട്ടെ, അന്നേരം നമുക്ക് ആലോചിക്കാം. അല്ല, അതേക്കുറിച്ച് ആ സാധ്യതകളെ കുറിച്ച് ഇപ്പൊ നിങ്ങളുമായി പ്രതികരിക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ UDF-ന്റെ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരുമുണ്ട്. അവരുമായൊക്കെ
ആശയവിനിമയം നടത്തിയതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇത്രയും ഡാമേജ് ഉണ്ടാക്കിയിട്ട് ഇനിയും അദ്ദേഹത്തിന്റെ പുറകെ പോകാൻ, അതായത് പിൻവലിക്കണം എന്ന് പറഞ്ഞ് ഒരു സമയം കൊടുക്കുകയാണ്. പിന്നെയും മാർച്ചിട്ട് ഞങ്ങൾ പോകുന്നില്ലല്ലോ, ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞെന്താ, ആദ്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുക. അതുകൂടാതെ രണ്ടാമത്തെ കാര്യം, UDFന്റെ അസോസിയേറ്റ് അംഗമാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതാണ് എന്നോട് അറിയിക്കാൻ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചത്. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുമ്പോട്ട് പോയത്. അപ്പൊ തീർച്ചയായിട്ടും അത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നത്. ഇല്ല, അത് ഞാൻ ആ യോഗത്തിൽ പോയ ഒരാളല്ലല്ലോ. മുസ്ലിം ലീഗിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അസ്വാരസ്യം ഉള്ളതായി എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ആ അസ്വാരസ്യം അങ്ങനെ ഒരെണ്ണം ഉണ്ടായതായിട്ട് അല്ലെ, ഇപ്പൊ നിങ്ങളിലൂടെ പല കാര്യങ്ങളും പറയുന്നുവെങ്കിലും അതല്ലാതെ അതിനപ്പുറത്തേക്കൊരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല.